പേവിഷബാധയേറ്റ് മരിച്ച ശ്രാവന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം. തിരുവല്ല സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. പേവിഷബാധയേറ്റ് മരിച്ച ശ്രാവന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു മൃതദേഹം സംസ്കരിച്ചത്. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു. ചാരുമൂട് പേരൂർക്കാനന്മ സബിത നിവാസിൽ ബിനിൽ ഷീജ ദമ്പതികളുടെ മകൻ ശ്രാവൺ ബി കൃഷ്ണയാണ് തിരുവല്ലയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം മരിച്ചത്. പറയംകുളം സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു ശ്രാവൺ. 3 മാസം മുമ്പ് കുട്ടി സൈക്കിളിൽ വരുമ്പോൾ തെരുവ് നായ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. ഈ സമയം കുട്ടി വീഴുകയും നായ ഓടിപ്പോവുകയും ചെയ്തു. നായ കടിച്ചതിന്റെ യാതൊരു പാടുകളും ദേഹത്തില്ലായിരുന്നു. വിവരം കുട്ടി വീട്ടുകാരോടും പറഞ്ഞില്ല. ഒരാഴ്ച മുമ്പാണ് പനിയും വിറയലും ഉണ്ടായത്. തുടർന്ന് അടൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. നായയുടെ നഖമോ മറ്റോ ശരീരത്ത് കൊണ്ടതാകാമെന്നാണ് നിഗമനം. സഹപാഠികളും നാട്ടുകാരുമടക്കം നിരവധി പേർ ശ്രാവണ് അന്ത്യോപചാരമർപ്പിക്കാൻ എത്തി. താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിക്കാനെത്തി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.